ഫ്രാൻസിലെ ലചാട്രിയിലെ ചരിത്രപ്രസിദ്ധ ദേവാലയത്തിന് നേരെ നടന്നത് ആസൂത്രിത ആക്രമണം. തീപിടുത്തത്തിൽ സെന്റ് ജെർമെയിൻ ഡി ലചാട്രി ദേവാലയത്തിന് വ്യാപക നാശനഷ്ടം സംഭവിച്ചു. സെപ്റ്റംബർ 29 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനാംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് സ്ഥലത്തുണ്ടായിരുന്നവർ ഇടപെട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പള്ളിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒക്ടോബർ 5 തിങ്കളാഴ്ചയാണ് തീപിടുത്തം ദേവാലയത്തെ ലക്ഷ്യം വെച്ച് ആസൂത്രിതമായി നടത്തപ്പെട്ട ആക്രമണമാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്. 3 തീപിടുത്ത സ്രോതസ്സുകളിൽ നിന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരമാണ് തീപിടുത്തമുണ്ടായതെന്നും സംഘം സ്ഥിരീകരിച്ചു. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്രിമിനൽ അന്വേഷണം ഇപ്പോഴും നടക്കുന്നതിനാൽ മറ്റ് വിശദാംശങ്ങൾ അന്വേഷകർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. തീപിടുത്തത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകുന്നതുവരെ ദേവാലയം അടച്ചിടുമെന്നും സെന്റ് ജെർമെൻ ഡി ലചാട്രി ചർച്ച് അറിയിച്ചു. തീപിടുത്തത്തെ തുടർന്നുണ്ടായ വ്യാപക നാശത്തിൽ ദേവാലയത്തിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. റോമാനേസിക് ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചതും പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതുമായ ദേവാലയമാണ് സെന്റ് ജെർമെൻ ഡി ലചാട്രി ദേവാലയം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2025 ആദ്യ പകുതിയിൽ മാത്രം 401 ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഫ്രാൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13% വർധനവാണിത്. ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന നിരവധി ദേവാലയങ്ങളാണ് ഫ്രാൻസിലുടനീളം അഗ്നിക്കിരയാക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത്.